അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. അതിന് റബ്ബിൻ്റെ വക്കൽ നമുക്ക് എന്തായാലും ഒരു പ്രതിഫലം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ പരൂർ ദേശത്ത് ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് നിലകൊള്ളുന്നത്. ഓഫീസിൻ്റെ ഉള്ളിലായിട്ടാണ് വെഡ്ഡിങ് കളക്ഷനും ഉള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്രസ്സൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടന്ന് വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, വധുവരന്മാർക്ക് വേണ്ട ഒരുവിധം മോഡലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. നല്ല വർക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ വാഷ് ചെയ്തിട്ട് തിരിച്ചൊന്ന് ഏൽപ്പിക്കണം എന്ന് മാത്രം. പിന്നെ എന്താ പറയുക, നല്ല വർക്കുള്ള ഡ്രസ്സിനൊക്കെ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കണ്ടേ. എന്നിട്ട് പിന്നെ ഒറ്റ ദിവസം തന്നെ ഇട്ടിട്ട് പിന്നെ അത് അവിടെ എടുത്ത് വെക്കും, പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിപ്പോൾ റെൻറ്റിനാണ്, ഇപ്പോൾ ഒരുവിധം ബ്രൈഡ്സൊക്കെ റെൻറ്റിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റെൻറ്റും വേണ്ട, നമുക്കൊരു ചെറിയ സംഖ്യയിലെ ഡ്രൈ വാഷിനാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് കൊടുന്നു കൊടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. പിന്നെ ഇതാ മുകളിൽ ഇരിക്കുന്നതൊക്കെ സാരികളാട്ടോ. സാരികളൊന്നും തൂക്കിയിട്ടിട്ടില്ല, ഒക്കെ മടക്കി വെച്ചേക്കാണ്. സാരികളും നെറ്റും ഒക്കെ കാണാനുണ്ട്. പിന്നെ ഇതായി കട്ടിൻ്റെ മുകളിൽ 2 ബാഗ് ഇരിക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് 2 പേര് കൊണ്ടുപോയത് അത്രേ, വധൂവരന്മാരുടെ ഉണ്ട് ഇത്. അപ്പോൾ കൊണ്ടുപോയത് തിരിച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്തപ്പോൾ അത് അവിടെ തൂക്കിയിട്ടിട്ടില്ല, കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്താ നല്ല വർക്കൊക്കെ ഉള്ള നല്ല മെറൂൺ കളർ നല്ല ഡ്രസ്സ് ഇതിട്ടാ. പിന്നെ ഇത് പയ്യൻ്റെതാണ്. പിന്നെ ബാഗ് അഴിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതേപോലെ ഇടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആരാണോ ഈ വീഡിയോ കാണുന്നത്, വീഡിയോ കാണുന്നവരൊക്കെ ഇത് മറക്കാതെ എല്ലാ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. കാരണം അത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നമുക്കും കൂടിയിട്ടാണ്. നമുക്കിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പക്ഷേ ഇത് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു ഡ്രസ്സ് പോയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അവർക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്കും കൂടിയിട്ട് അതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ വീഡിയോ പ്രത്യേകം എല്ലാ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളെ കയ്യിൽ ഇതേപോലെ ഉപയോഗിക്കാതെ വെച്ച നല്ല ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുന്നു കൊടുക്കും ചെയ്യട്ടോ. അതെന്തപ്പോൾ കാട്ടുകാർക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ അലമാരയുടെ ഉള്ളിൽ. അപ്പോൾ ആരെങ്കിലും കയ്യിൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ, നല്ല ഡ്രസ്സ് നമുക്ക് അറിയാലോ, ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് വധുവരന്മാർക്ക് ഇടണമെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സാവണമല്ലോ. നമ്മളിപ്പോൾ 1-2 തവണ ഒക്കെ ഇട്ടാലും ഇപ്പോൾ ഒന്നും ഒരു കേടും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും കൊടുന്നു കൊടുക്കാം. കാരുണ്യത്തിൻ്റെ കീഴിൽ നടക്കുന്ന 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മാസം തോറും സൗജന്യ ഹോമിയോ ചികിത്സയും മരുന്നും നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി മരുന്ന് മാസം തോറും പാവപ്പെട്ട രോഗികൾക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മയ്യത്ത് പരിപാലനം, അതുപോലെ പല കാര്യങ്ങളും കാരുണ്യത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാരുണ്യത്തിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.